രണ്ടാമത്തെ ഗീതം പാടി ദൈവത്തെ സ്തുതിക്കാം. ഹൃദയം നമ്പർ 173. പാവദുഃഖം വഹിക്കും എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോടു ചെന്നു ചൊല്ലിടായ നിമിത്തം. കഷ്ടം ശോധനകളുണ്ടോ ഏവിധ ദുഃഖങ്ങളും ലേശവും അധൈര്യം വേണ്ട ചൊല്ലാം യേശുവോടെല്ലാം. ദുഃഖം സർവം വഹിക്കുന്ന മിത്രം മറ്റാരുമുണ്ടോ? ക്ഷീണമെല്ലാം അറിയുന്ന യേശുവോടു ചൊല്ലിടാം. ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സങ്കേതം യേശുവോടറിയിക്കാം. മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ പോയി ചൊല്ലിച്ചുവോടെല്ലാം. ഉള്ളം കയ്യിൽ വീശക്കാക്കും അങ്ങുണ്ടാശ്വാസമില്ല. പിതാവിനും പുത്രനും സഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും നല്ല മഹത്വത്തോടെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മനമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മനമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മനമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപത്തോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. നിനക്ക് സ്തുതി. സർവ്വസ്വനായ ഞങ്ങളുടെ പിതാവേ വരണമേ. നിരസ്തുകളെ പോലെ ഹീനമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കാലം സൂക്ഷിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ വരിശനെ സ്വിക്കാതെ ഞങ്ങളുടെ ദുഷ്ടരണമേ. ഇതോടെ നാം രാജ്യം ശക്തി മഹത്വം
ദൈവമായ കർത്താവേ, കാലത്തിന്റെ സുരസ്മിക്കുകയും പകൽ കടന്നു പോകുകയും അന്ധകാരം ഭൂമിയെ മുടുകയും ചെയ്യുന്ന ഈ സമയത്ത് ഞങ്ങൾ തിരുസനകൾ വന്നിക്കുകയും നിനക്ക് സ്തോത്രം ചെയ്യുകയും നിന്റെ കാരണത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ പ്രാർത്ഥനയുമായി സ്വരവാസനയായി ഞങ്ങളുടെ കൈകളെ വളർത്തുന്ന സന്ധ്യാസമയത്തെ യാഗമായി സ്വീകരിക്കണമേ. പിതാപുത്രനും പരിശുദ്ധമായ ദൈവമേ, ഭയഭക്തിയുടെ ആരാധിപ്പാനും വെടിപ്പോടും വിശുദ്ധിയോടും നിന്നെ സ്വച്ഛപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. പ്രതിവാക്യമായി ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആകാശത്തിന്റെയും ഭൂമിയുടെയും അവയുടെ സഹായത്തിന്റെയും സൃഷ്ടാവും പരിപാലനവുമായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപത്തിന്റെയും സാത്താന്റെയും അടിമത്തത്തിൽ നിന്ന് പിടിവെപ്പാൻ തന്റെ സ്നേഹനിമിത്തം ഇറങ്ങി വന്ന രക്ഷിതാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾ പാപങ്ങളെയും മാലുകളെയും കൈ തുടച്ചു പിടിപ്പാകുവാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധമായ ത്രിയേക ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ജീവിക്കുന്ന വീടാനുഭവത്താലും മരണത്താലും തന്റെ പാപങ്ങളെ അയച്ച് മരണത്തിന്റെ ശക്തിയിലാക്കിയവനും സംശയാന്തരാന്തരശാലാവർത്തന മർമ്മത്താൽ ജ്ഞാനികളുടെ ജ്ഞാനത്തെ വിദ്വാൻമാരുടെ വിദ്യാജ്ഞാനത്തെയും ജയിച്ചവനും രക്ഷാകരമായ തന്നെ ശ്രീമയുടെ ശക്തിയാൽ നടത്തിന് വാതിലെ നേർത്ത് ആദാമിനെ സ്നാനം രക്ഷിച്ചവനും കൃപയും കരുണയും നിറഞ്ഞിട്ടുമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കൃപയുള്ള കർത്താവെ, ദുഷ്ടങ്ങളാൽ ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാക്കേണ്ടതിന് നിന്റെ ജയമുള്ള ശ്രീവായ നായത്തിൽ ഞങ്ങളെ ധരിപ്പിക്കണമേ. ഞങ്ങളെ ആയുഷ്കാലം മുഴുവൻ നീതിന്റെ സത്യവാൻ നിന്റെ പരിശുദ്ധമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ബലഹരിക്കൊണ്ട് കൃപയും കരുണയും ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ വിടുവിച്ച് രക്ഷ ചെയ്യുവാൻ നിന്നെ കുറിച്ച് ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. നേർത്താവേ, രാത്രി വരുമ്പോൾ ഞങ്ങളെയും ഓർത്തുള്ളണമേ. വലത് ഭാഗങ്ങളോട് നീ കരുണ ചെയ്ത പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. കഥാകൾക്ക് പാപോത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ദുഷ്ടങ്ങളും അവരെ ഈശ്വരനെ പോരിടുന്നു ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കരുണയുള്ള ഭാവികളോട് കരുണ ചെയ്ത അളവേശം കൊണ്ട് അറിയാൻ നിനക്ക് നിർമ്മിതാവിന് മനസ്സിലായിരിക്കും. എന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. കരുണ നിറഞ്ഞവരെ, പുനരുദ്ധാനത്താൽ ഞങ്ങളുടെ വർഗത്തെ നൂതനമാക്കണമേ. അനുതാപികൾക്കാശേ വാതിൽ തുറക്കണമേ. നിൻവരവിൽ കൃപയാൽ ജീവൻ നൽകണമേ. സുവിശേഷത്തിൽ വിശ്വാസം പൂണ്ടോ അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ മടിയിൽ ആശ്വാസം പ്രാപിച്ചിടണമേ. വന്നവനും ഇനിമേ വരുവതിനുള്ളവരും മരിച്ചോർക്കുത്ഥാനം നൽകുന്നോലും നീ സുഖ്യൻ നീ എന്ന ആത്മശരീരങ്ങൾ ഒരുമിച്ചടഹസിക്കുന്നൻ കർത്താവേ. യാചന കൈക്കൊണ്ട് കാരുണ്യം ചെയ്യുക. ദൈവമായ കർത്താവേ, ഞങ്ങളെ ശ്രേയാത്മദേഹികൾ പാലസമയത്തെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിച്ചും ലൗകിക വിചാരങ്ങളിൽ നിന്ന് വിരമിച്ചും ഈ സന്ധ്യാസമയത്ത് തിരുവൻപുകൊണ്ട് അനുബന്ധമായ സ്ഥിതികളും ഇടപെടാ സ്വാർത്ഥങ്ങൾ നൽകികൾ അർപ്പിക്കുമാറാകണമേ. ഞങ്ങൾ ജീവന്റെ പാലം രക്ഷകനുമായ കർത്താവേ, നിന്റെ കൃപയ്ക്കായി എപ്പോഴും എപ്പോഴും ഞങ്ങൾ സ്ഥിരപ്പിച്ചോടുന്നു. ആയതെപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വാക്യം പ്രതിവാക്യമായി വായിക്കാം. കർത്താവേ, ഇതിനെ ഞാൻ നോക്കി വിളിച്ച് എന്നോട് അത്ര പറഞ്ഞിടമേ. എന്റെ വാക്കുകളെ ശ്രദ്ധിച്ച് കൈക്കൊള്ളണമേ. കർത്താവേ, ഞാൻ നിന്റെ അടുക്കൽ വിളിച്ചു. കർത്താവേ, ജീവിതോദ്ദേശത്തിന് പറ്റി ആശ്ചര്യോഹരിയാകുന്നു ഞാൻ പറഞ്ഞു. കർത്താവേ, ഇതിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും എന്റെ വഴികൾക്ക് പ്രകാശമാകുന്നു. നിന്റെ വിധികളെ ആചരിക്കുമെന്ന് ഞാൻ നാണിട്ട് നിശ്ചയിച്ചു. കർത്താവേ, ഞാൻ ഏറ്റുവിളിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ വാഗ്ദാന പ്രകാരം നീ ജീവിപ്പിക്കണമേ. കർത്താവ് എന്റെ വായിലെ പദ്യങ്ങൾ നീ ഇഷ്ടപ്പെട്ട് നിന്റെ ന്യായങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്റെ പാറയുടെ വീണ്ടെടുപ്പ് കാരണമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനം നിനക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ദൈവമേ, എന്നെ സോദരി നിന്റെ ഉദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ചതിന് നിലവിളെ അറിയണമേ. വ്യസനത്തിലുള്ള മാർഗങ്ങളിലൂടെ നോക്കി ശാശ്വതമാത്രനെ നടത്തണമേ. ശാലജാതികളെ കർത്താവിനെ സ്തുതിപ്പീൻ. ശാലജനങ്ങളെ അവനെ സ്തുതിപ്പീൻ. എന്തുകൊണ്ടെന്നാൽ അവന്റെ ക്രമത്തിന്റെ മേൽ നമ്മുടെ മേൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് കർത്താവാകുന്നു. പാറയ്ക്കുമോ പിതാവിൻ പുത്രൻ
സഹായിക്കും സ്തുതി. അനുഗ്രഹവാതിൽ ഞങ്ങൾക്കെതിരായി ഒരു നാട് അടച്ചിടരുതേ. നാഥാ, ഞങ്ങൾ പാപികളെന്നേറ്റിടുന്നു. നിന്നനുഗ്രഹമെങ്കൾ മേൽ ചൊരിഞ്ഞിടണമേ. മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോവാം. നിസ്നേഹം നിന്നെ ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, നിൻ അനുഗ്രഹമെങ്ങളുടെ മേൽ പൊഴിക്കണമേ എന്നും എന്നേക്കും. ആമേൻ. നമുക്ക് മധ്യസ്ഥടിക്കാം. 91 സങ്കീർത്തനത്തിലെ 1 മുതൽ 4 വരെ വാക്യങ്ങൾ. Psalms 91 verses 1 to 4. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ പിടിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന് ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയും ആകുന്നു. ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം, ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ദൃഷ്ടി എന്റെ മേൽവേ ചിഷ്ടമായി നോക്കുന്ന, ദൃഷ്ടി എന്റെ മേൽവേ ചിഷ്ടമായി നോക്കുന്ന ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. എന്റെ ദൈവത്തിനു സ്തോത്രം ഇന്നും എന്നേക്കും. ഒരിക്കൽ കൂടി നമുക്ക് മധ്യസ്ഥ കാണിക്കുവാൻ എന്ന ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളെ നമ്മെല്ലാവരെയും ഇത്രത്തോളം അനുഗ്രഹമായി കാത്ത പരിപാലിക്കുകയും ഈ സന്ധ്യയിൽ ഒരുമിച്ച് കൂടിയിരുവാൻ സാവാസൊരുക്കി തിരിഞ്ഞ ദൈവത്തിനായി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. സൈക്ലോൺ അംഫാൻ മൂലം ജീവൻ നഷ്ടപ്പെട്ടവർക്കായി, അവർ കുടുംബാംഗങ്ങൾക്കായി, വലിയ നാശനഷ്ടങ്ങൾ അനുഭവിക്കുന്നവർക്കായി, അപകടത്തിൽപ്പെട്ട എല്ലാവർക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ തോന്നണമേ, നമുക്ക് ഇതിലൂടെ യാചിക്കാം. കോവിഡ് വൈറസ് ഇൻഫെക്ഷൻ മൂലം ട്രീറ്റ്മെന്റിലായിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവർക്ക് ആവശ്യമായ സൗഖ്യം നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഹോസ്പിറ്റൽ അഡ്മിഷൻ കിട്ടുവാനായി പ്രയാസം അനുഭവിക്കുന്നു. ചിലർ മറ്റു അസുഖങ്ങൾ മൂലം ഹോസ്പിറ്റൽ അഡ്മിഷൻ തേടുമ്പോൾ COVID-19 നെഗറ്റീവായ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും തൽഫലമായി അവർക്ക് അഡ്മിഷൻ ലഭിക്കാതെ, പ്രോപ്പറായ മെഡിക്കൽ കെയർ ലഭിക്കാതെ മരണം സംഭവിക്കുകയും ചെയ്യുന്നതായി നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നില്ല. തങ്ങളെ പ്രിയപ്പെട്ടവർ തങ്ങളിൽ നിന്ന് മാറ്റപ്പെടുന്ന നിസ്സഹായരായി നോക്കി നിൽക്കുന്ന കുടുംബാംഗങ്ങളുടെ
ആശ്വാസങ്ങളെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് വൈറസിന്റെ ട്രീറ്റ്മെന്റ് മുൻപന്തിയിലായിരിക്കുന്ന ഡോക്ടേഴ്സിനായി, നഴ്സിനായി, പാരാമെഡിക്കൽ സ്റ്റാഫിനായി, മറ്റ് ആരോഗ്യ പ്രവർത്തകർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ആവശ്യമായ ബലം അവർക്ക് കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വൈറൽ ഇൻഫെക്ഷൻ ഉന്മൂലനാശം ചെയ്യുവാൻ അതിന് തക്കതായ പ്രതിവിധി കണ്ടെത്തുവാൻ അനേകം ശ്രമിക്കുന്നുണ്ട്. ദൈവമേ, അവരുടെ പരിശ്രമങ്ങളെ വാഴ്ത്തണമേ. എല്ലാവർക്കും അഫോർഡബിളായ ഒരു മെഡിസിൻ കണ്ടെത്തുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്വാറന്റൈൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കായും അവരുടെ കുടുംബങ്ങൾക്കായും നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റ് അനേക രോഗങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്നവർ, തക്കതായ ട്രീറ്റ്മെന്റ് ലഭ്യമല്ലാത്തവർ, മറ്റ് പ്രയാസങ്ങളുടെ കൂടെ ഈ കോവിഡിന്റെ ഇൻഫെക്ഷൻ ലഭിക്കുമെന്ന് ഭയപ്പെടുകയും ആ സ്ട്രെസ്സിലുമായിരിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവരുടെയും ആശ്വാസത്തിനായി, സൗഖ്യത്തിനായി, അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാലഗീതവുമാവൻ, നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസഖിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. പ്രയാധികത്തിലായിരിക്കുന്നവർ, ഒറ്റപ്പെട്ട താമസിക്കുന്നവർ, ഹൗസ് മെയ്ഡിന്റെ സഹായത്താൽ ഭവനങ്ങൾ തനിയെ ആയിരിക്കുന്നവർ, ഇപ്പോൾ ഹൗസ് മെയ്ഡ്സ് ഭവനമില്ലാത്തത് മൂലം എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്നവരായ പ്രായമുള്ളവർ, ബെഡ്റിഡനായിട്ടുള്ളവർ, മറ്റേ ശരീര അസ്വസ്ഥതകൾ കൂടി മൊബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെയുള്ള എല്ലാവർക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണ തോന്നണമേ നമുക്ക് പ്രാർത്ഥിക്കാം. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, സാമ്പത്തികമായ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവർ, എങ്ങനെ ആഹാരവും മറ്റു കാര്യങ്ങൾക്കും പക കണ്ടെത്തുമെന്ന് വിഷമിക്കുന്നവർ, അങ്ങനെയുള്ളവരെ നമുക്ക് ഓർക്കാം. പ്രഗ്നൻസിയിൽ കടന്നു പോകുന്ന അനേകരെ ഉണ്ടല്ലോ കർത്താവേ. രാജ്യത്തിന് പുറത്ത്, രാജ്യത്തിനകത്ത് പല സ്ഥലങ്ങളിൽ തക്കതായ ട്രീറ്റ്മെന്റ് ലഭിക്കാതെ ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുകയും എന്നാൽ അതിന് നിർവാഹമില്ലാതായിരിക്കുകയും ചെയ്തവർ, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കരുതൽ അനുഭവിക്കുവാൻ സാധിക്കാതെ പോകുന്നവർ, വളരെ വിഷമത്തോടുകൂടി എങ്ങനെയെങ്കിലും ഭവനത്തിൽ എത്തണമെന്ന് ആഗ്രഹിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ ഓർക്കാം. അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കണമേ, കരുതിക്കൊള്ളണമേ, അവരുടെ ആഗ്രഹത്തെ സാധ്യമാക്കി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം.
അനേകം മൈഗ്രന്റ് ലേബറേഴ്സ് തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് എത്തുവാനായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ ന്യൂസ് പേപ്പറിലും മറ്റ് മുഖാന്തരങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ടല്ലോ, വായിക്കുന്നുണ്ടല്ലോ ഇവരുടെ യാത്രയെക്കുറിച്ച്. അപകടങ്ങളിലും ആപത്തുകളിലും അനേകം ജീവൻ പൊലിഞ്ഞു പോകുന്നു. ഡീഹൈഡ്രേഷൻ മൂലവും ആഹാരമില്ലാത്തത് മൂലവും അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും. ദുഃഖിതരായിരിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതുപോലെ തന്നെ യാത്രയിലായിരിക്കുന്ന വളരെ പ്രയാസകരമായ സുഖകരമായ ഈ യാത്രയിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പാൽമയസുഖമായും രാത്രിത്തുണായും ദിവ്യസാന്നിധ്യവരോട് കൂടെ ഇരുന്ന് അവരെ എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവരുടെ ഈ പ്രയാസകരമായ സാഹചര്യത്തെ കർത്താവെ മാറ്റുവാൻ ആവശ്യമായ സ്വർഗീയ ഇടപെടൽ കർത്താവെ അവിടുന്ന് ഉണ്ടാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മൾ അകലെ അയക്കുന്നവർ, നമ്മുടെ അയൽക്കാർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ദിവസം താഴ്ച സമർപ്പിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ മനസ്സിലാണെന്ന വിഷയങ്ങൾ ഇവിടെ നിന്ന് ശ്രദ്ധിച്ച് കേട്ടതിന് ആശ്വാസം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളെ ആശ്രയമായ ദൈവമേ, നീയല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ലല്ലോ. നിന്നെ അടുത്ത് വന്ന് ഞങ്ങൾ കർത്താവെ ഞങ്ങളുടെ ഈ പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്റെ മുഖത്തെ നോക്കി നിലവിളിക്കുന്നു. ഞങ്ങളുടെ സമസൃഷ്ടികൾ വലിയ പ്രയാസങ്ങൾ കടന്നു പോകുമ്പോൾ ആഹാരമില്ലാതെ, കർത്താവെ യാത്ര ചെയ്യുവാൻ തക്കതായ സൗകര്യങ്ങളില്ലാതെ, ദൈവമേ ഈ ചൂടത്ത് അനേകർ കർത്താവെ പലതരമായ വിധത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ട് കർത്താവെ കണ്ണീരോടെ യാത്ര ചെയ്യുന്ന ഞങ്ങൾ കാണുന്നു. കർത്താവെ അവരുടെ കരുണ തോന്നണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ഓരോ പ്രയാസങ്ങളായിരിക്കുന്നവർക്ക് ആവശ്യം സൗഖ്യം കൊടുക്കണമേ. നിന്റെ ദൈവിക ഇടപെടൽ അനുഭവിക്കുവാൻ സഹായിക്കണമേ. ഈ വൈറൽ ഇൻഫെക്ഷൻ പോലെ പ്രയാസപ്പെടുന്നവർ, മറ്റു പ്രയാസപ്പെടുന്ന പോകുന്ന എല്ലാവരെയും കർത്താവെ സൗഖ്യത്താലോട് സ്പർശിക്കണമേ. നീ സൗഖ്യനായ ദൈവമാണെന്നവർ അറിയുവാൻ, നിന്റെ വലുതരം കുറിയിട്ടിൽ നിന്ന് അറിയുവാൻ ഇടയാക്കണം നിങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ. ഞങ്ങളെ ആശുപത്രി കൃപയും നിറയ്ക്കണമേ. കർത്താവെ, ഞങ്ങൾ വൈറസ് സൂക്ഷിക്കായി ഒരുങ്ങുന്നു. പ്രിയപ്പെട്ട നിന്റെ ദാസനെ ശക്തീകരിക്കുകയും നിന്റെ വാരിക്കാൽക്കോ ഞങ്ങളെ സഹായിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം. യേശു നാം തന്നെ. ഇന്ന് തിരുവനന്തപുരം ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട ജോലച്ചനാണ്. അതിനെ തിരുവനന്തപുരം റോഷനായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുമ്പോൾ അവൻ അവരെ വിട്ട് പിരിഞ്ഞു. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ദിനംതോറും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, നിന്റെ സന്നിധിയിൽ ഇന്ന് ഞങ്ങൾക്കും ഈ സന്ധ്യയെങ്കിൽ വന്ന് ചേരുവാനും ആരാധിക്കുവാനും നിന്നെ മഹത്വീകരിക്കുവാനും ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന ഈ ധന്യമായ അവസരത്തിനായ സ്തോത്രം. കർത്താവേ, ഇന്ന് ഞങ്ങൾ വചനധ്യാനത്തിന് വേണ്ടി ഒരുങ്ങുന്നു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിന്റെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുവാൻ ഇടയാക്കണമേ. സംസാരിക്കുന്നവരെയും കേൾക്കുന്ന മക്കളെ ഒരുപോലെ അനുഗ്രഹിക്കണമേ. സകലമാത്രം നിനക്ക് യേശുനാഥ പ്രാർത്ഥന ദയതോന്നി കേൾക്കുമാറാകണമേ. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്ക് ഈ സ്വർഗാരോഹണ പെരുന്നാളിന്റെ ഈ സന്ധ്യയിൽ ഒരുമിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശ്രവിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. particularly after today's
morning's Holy Kurbana service, it is a great privilege to stand and to meditate upon the ascension of our Lord into heaven, and also to meditate in this word so that we can also live in that light. The gospel portion is taken from St. Luke chapter 24, verses 50 to 53. The Gospel of Luke, it is said that he begins this letter, it starts in the temple and ends in the temple. ആദ്യം ഈ സുവിശേഷം ആരംഭിക്കുമ്പോൾ വിശുദ്ധ ലൂക്കോസ് എഴുതുന്നത്, ഈ കഥ തുടങ്ങുന്നത് യോഹന്നാൻ സ്നാപകന്റെ പിതാവ് സക്കറിയാവ് ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കാൻ പോയി എന്ന് ആണ് the starting. And in the last part, in the end, we see that the faith community, the disciples, they all go to the temple. ആരാധനയ്ക്ക് വേണ്ടി അവർ ആലയത്തിലേക്ക് അവർ കടന്നു പോകുന്നത്. യേശു അവരെ നിയോഗിക്കുമ്പോൾ, when Jesus is sending the flock of his disciples, they go out into the temple and they find the joy in worship. ആരാധനയിൽ അവർക്ക് സന്തോഷം അവർ കണ്ടെത്തുന്നു. യേശു അവരെ വിട്ടു പോകുന്നു. He is leaving his disciples and going. യേശു അന്ന് അവരോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, that you should proclaim my name to all the nations beginning from Jerusalem. യെരൂശലേമിൽ നിന്ന് ആരംഭിച്ച് എല്ലാ ജാതികൾക്കും എന്റെ പേര് നിങ്ങൾ പ്രസംഗിക്കണം. In that light, he is sending them out. This is 40 days after Easter. ഇനി ഒരു 10 ദിവസം കഴിഞ്ഞാൽ പെന്തക്കോസ്തി പെരുന്നാളാണ് വരുന്നത്. നോർമലി നമ്മുടെ നോമ്പ് തുടങ്ങി 40-ാം വെള്ളി വരെയുള്ള സമയം നമ്മൾ ഇപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ 40 ദിവസം വരെ നമ്മൾ എത്തിയിരിക്കുന്നു. This is a big point of time, because in this time we can see that ascension is a mark of transition of Jesus from this world. He goes from here because to the presence of his Father. It is a climax of the incarnation of Jesus. യേശുവിന്റെ അവൻ മനുഷ്യനായി ജീവിച്ചതിന്റെ ഒരു ക്ലൈമാക്സ് ആയി കാണുന്ന ഒരു പ്രത്യേക ഒരു സംഭവമാണ് അവന്റെ സ്വർഗാരോഹണം. He is going back to his home. അവന്റെ സ്വന്തം ഭവനത്തിലേക്ക് അവൻ തിരികെ പോകുവാൻ, to his father's house, അവിടെ പോകുവാൻ വേണ്ടി അവൻ ഇതാ ഒരുങ്ങുന്നു. But before that, അവൻ ഈ ചെറിയ കൂട്ടത്തെ, അവന്റെ ആശിഷ സമൂഹത്തെ അവൻ ബഥാനിയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. He takes them towards Bethany. പോകുമ്പോൾ അവരോട് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. This is what you must do. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. In the end of all the Gospels, we can see Jesus is always giving them a small task, ഒരു mission. We see in Mark that he is commissioning the women. സ്ത്രീകളെ അവൻ ചെറിയ ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നുണ്ട്. In Matthew we can see the Great Commission. ആ വലിയൊരു പ്രഖ്യാപനം, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. You should go and baptize the nations in the name of the Father and the Son and the Holy Spirit. പിന്നെ യോഹന്നാന്റെ അവസാനമോ കാണുന്ന പത്രോസിനോട് അവൻ പറയുന്നു, if you love me, tend my sheep. എല്ലാം കമ്മീഷനാണ്. He is always teaching. All the 4 Gospels have commission of Jesus Christ in the end. This is what the disciples have to do. But where do they have to do this? പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്, യേശു പറയുന്നത്, you have to begin in Jerusalem. നിങ്ങൾ ഇത് യെരൂശലേമിൽ ആരംഭിക്കണം. Why Jerusalem? യെരൂശലേമേ എന്ന് യേശു അവരെ ചൊല്ലി വിലപിക്കുന്ന ഒരു പട്ടണമാണ്. Because Jerusalem is the town where the prophets are stoned, where the truth of God doesn't have foot. There are many reasons why still Jesus is asking his disciples to begin in Jerusalem. First reason is because the scriptures, it says that this should begin in Jerusalem.
In the Old Testament, when we read in Isaiah 2, out of Zion shall come forth the Lord, the word of the Lord from Jerusalem. യെരുശലേമിൽ നിന്നാണ് ഈ ന്യായപ്രമാണം പുറപ്പെട്ടു വരുന്നത്. യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, In the Mount Zion and in Jerusalem there shall be deliverance. The Lord shall roar out of Zion and utter his voice from Jerusalem. It is a fulfillment of scripture. ദൈവത്തിന്റെ വചനം പൂർത്തീകരിക്കാൻ വേണ്ടി, തന്റെ പിതാവിന്റെ വചനം പൂർത്തീകരിക്കാൻ വേണ്ടി, തന്റെ പിതാവിന്റെ ഹിതം പൂർത്തീകരിക്കാൻ വേണ്ടി, he is giving commission to his disciples so that the word is fulfilled. അതിനുവേണ്ടി ഇത് യെരുശലേമിൽ ആരംഭിക്കണം. Secondly, why should it begin Jerusalem? It is because all the events which took place, his life, his crucifixion, his suffering, his death, all that happened in Jerusalem. അതെല്ലാം യെരുശലേമിലാണ് സംഭവിച്ചത്. പക്ഷേ അവിടെ അവർ ഈ കാര്യം പറഞ്ഞാൽ ചിലവരെങ്കിലും വന്ന് പറയും, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. You are deceiving us. But still in that phase of that deception, in that phase of opposition, you still have to speak the truth. He is sending them out to speak the truth. ആ സത്യം പറയാൻ വേണ്ടി ഇത് യെരുശലേമിൽ തന്നെ ആരംഭിക്കണം. Thirdly, why does it have to start in Jerusalem? Jerusalem is the center of the Judaic faith. അവിടെയാണ് ദൈവത്തിന്റെ ആലയം. The Jews used to come to worship in Jerusalem. Normally, any Christian, any disciple, they will have the normal tendency of having hate against the Jews because they were the ones who did not follow the light of Jesus. They were the ones who turned against him. They were the ones who put him to death. They were the ones who took everything away from them. It is normal to hate them. But Jesus is telling, you should preach the gospel first to the Jews. പൗലോസ് അതന്നെയാണ്, ആദ്യം യഹൂദന്മാർക്കും പിന്നെ ബാക്കി ജാതികൾക്കും. Firstly, this is to be spoken to the Jews. Where you hate, there you have to sow the seed. ദൈവത്തിന്റെ വലിയൊരു സത്യം അതിൽ കാണാൻ സാധിക്കും. Fourthly, why does this have to begin in Jerusalem? യെരുശലേമിലാണ് ഈ ശിഷ്യന്മാരെല്ലാവരും ഭയപ്പെട്ടിരുന്നത്. They were all afraid. They all stayed behind closed doors. They were so afraid that by normal tendency they did not want to work there. But yet, in that phase of that, he is telling them, go out into the streets and you proclaim my name in Jerusalem first. ആദ്യം അവിടെ പറയണം. Fifthly, why do we have to begin in Jerusalem? Because Jerusalem is what you call the home of the church. ഈ സഭയുടെ ഭവനമാണ്. സാധാരണ പറയുന്നത് the cobbler's wife goes barefoot. കാരണം എത്രമാത്രം പ്രയത്നിച്ചാലും മിക്കവാറും നമ്മൾ വിട്ടുപോകുന്നത് ഭവനമാണ്. There is a story of a preacher. He went around the world preaching, but his children turned out to be the most wicked people who were known in that locality. If you cannot work at home, if you cannot live the witness at home, വീട്ടിൽ നിങ്ങൾക്ക് സുവിശേഷം പറയാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ പുറത്തു പോയി ഈ കാര്യം സാക്ഷീകരിച്ചിട്ട് ഈ സാക്ഷ്യത്തിന് ഒരു വിലയില്ല. Jerusalem is the home. There is where you have to begin. ആദ്യം അവിടെ ആ സുവിശേഷം ആരംഭിക്കണം. Sixthly, why does this have to begin in Jerusalem? Jerusalem was the town where they have heard the law and the prophets again and again and again. വീണ്ടും 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 അവർ ഇത് കേട്ട് 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 തഴമ്പിച്ച് കിടക്കുന്ന ഒരു കൂട്ടമാണ്. Most of our families who are listening, we all have heard the word of God again and again and again. So much so that we are these word-pressed people. It is such hard ground. ഇതൊന്ന് ഇളക്കാൻ ഭയങ്കര പ്രയാസമാണ്.
നമ്മളൊരു സാധാരണയൊക്കെ ഒരു പ്രസംഗം ചെയ്യുമ്പോൾ ആളുകളൊക്കെ ചിന്തിക്കുന്നത് വാട്ട് ഈസ് ന്യൂ, കാരണം അത് മാത്രമേ കാണാനുള്ള കാഴ്ചയുള്ളൂ. എന്താണ് പുതിയതായിട്ടുള്ളത്? ഏറ്റവും പ്രസംഗിക്കാൻ പ്രയാസം മിക്കവാറും വീണ്ടും വീണ്ടും കേൾക്കുന്നവരോടാണ്. ഇറ്റ് ഈസ് മോർ ടഫ് ടു സ്പീക്ക് ടു പീപ്പിൾ who have heard again and again and again, because this ground has become so hard. Jerusalem അങ്ങനെയാണ്. But still Jesus is telling them, you have to go back. അവിടെ തന്നെ ഈ കാര്യങ്ങൾ പോയി പറയണം, അവിടെ തന്നെ ഈ വിത്ത് വിതയ്ക്കണം. You have to begin in Jerusalem. Seventhly, why does this have to begin in Jerusalem? യെരൂശലേം ആരംഭിക്കേണ്ടിയ ഒരു മുഖ്യമായ കാരണം എന്ന് പറഞ്ഞാൽ ഇനിയും അധിക സമയമില്ല. The time is very short. If we know history, after the death of Christ, within 30 years or so, the Romans came and they destroyed Jerusalem and all the walls of Jerusalem. ഇപ്പോഴും നമ്മൾ കാണുന്ന ആ പഴയ പട്ടണത്തിന്റെ ഒരു മതിലേ ഉള്ളൂ, the old city. ബാക്കി എല്ലാവരും നശിപ്പിച്ചു. Time is very short. അപ്പോൾ അവരോട് പറയുകയാണ്, യു ഡോണ്ട് വേസ്റ്റ് ദ ടൈം, ദ ഡേ ഈസ് ഷോർട്ട്. കിട്ടുന്ന അവസരത്തിൽ പോയി ഈ സുവിശേഷം പറയുക. There are people there. There might be a person who is at the end of his age, an old man, yet you do not waste your opportunity. You tell to him. അവനോട് പറയുക, do not waste. അവനോട് സംസാരിക്കണം. We have to begin at Jerusalem. ആരും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അവിടെ ഇത് പറയണം. The eighth thing, why we have to begin in Jerusalem. The thing is that we know people will always oppose us over there. Jesus, the name of Jesus itself will incite hate. അവിടെ വളരെയധികം വൈകാരികമായി അവർ നമ്മളെ ഒക്കെ വെറുപ്പ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, വെറുപ്പ്. But still, in the face of that, in that ferocious opposition, you have to speak this. You have to begin in Jerusalem. Ninthly, why do you have to begin in Jerusalem? It is said in John Bunyan, there is a book which he has written, The Jerusalem Sinner Saved. This Savior, he began in Jerusalem because biggest of the biggest sinners, they lived there. The people who crucified him, who made the crown of thorns and put it on his head, who really tortured him, the people who spat on him, the people who mocked him, they all stayed in Jerusalem. You have to begin in Jerusalem. Why? It is so because the greatest sinners are objects of greatest mercy. ദൈവത്തിന്റെ അത്യന്തമായ കൃപ അനുഭവിക്കുന്നത് ഈ കൊടും പാപികളാണ്. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ഈ യെരൂശലേമിൽ ആരംഭിക്കേണ്ടത്. This church is a very small church. They do not know what to do. യേശു അവരുടെ കൂടെ 40 ദിവസം നടന്നു പോകുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് അവർക്ക് ഇനി എന്തോ ചെയ്യണം എന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരെ കൂട്ടിക്കൊണ്ട് യേശു കൊണ്ടുപോകുന്ന ബഥാനിയിലേക്കാണ്. He takes them towards Bethany. I have mentioned this before. Bethany was where Jesus used to stay for the night. The home away from home. He was brought up in Nazareth, but the home, the place which he considered home was Bethany. കാരണം അവിടെയാണ്, it is in this place where was the house of Martha, of Mary, of Lazarus. This was the place where he found care. This was the place where he found time to be himself. Time of peace, time of meditation. എല്ലാം ഈ ബഥാനിയയിലാണ്. He takes them towards Bethany. ബഥാനിയയിലാണ് അവരെ, ഈ ചെറിയ സമൂഹത്തെ അവരെ കൊണ്ടുപോകുന്നത്. Once he takes them over there, this place holds many memories, because it is out of this tomb that this Lazarus came out. ഈ മരിച്ചവനായ ലാസർ അവിടെ നിന്നാണ് 4-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നത്. It is out of this tomb, that place, that these women, they experienced the grief of the death of their brother. It is this very human reality of separation, of death, of pain,
It is through all this that we can see that normally the Spirit works. ഈ ചെറിയ കൂട്ടത്തിന് ആശ്വാസവും ഈ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ വേണ്ടി അവർക്ക് വീണ്ടും ചില കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. He is bringing them back to the realities which are really human. മാനുഷികമായി മരണമുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷേ അവിടെ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കും. Christ is telling them, I will not leave you alone. I am going to clothe you with power. You have to go back to Jerusalem. നിങ്ങൾ തിരിച്ചു പോകണം. I am going to give you my companion. I am going to give you the counselor. അവിടെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരും. But this Spirit will work not in the midst of your pleasure, not in the midst of your സുഖസൗകര്യങ്ങൾ, അതിന്റെ മധ്യമില്ല. It will work in the midst of your pain. It will work in the midst of your wounds. It will work in the midst of your death. But yet, you will experience the Spirit. ബെഥാനിയയിൽ ഈ ഓർമ്മയ്ക്ക് വേണ്ടി അവരെ കൂട്ടിക്കൊണ്ടുപോയി. Christ took them there, and there, when he was blessing them, in that moment, he was taken away from them. അവരിൽ നിന്ന് അവൻ എടുക്കപ്പെട്ടു. ആ സഭയെ അവൻ അവിടെ വിട്ടിട്ട് പോയി. He left them. The church is left to do the mission of Christ on this world. ഇങ്ങനെ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ജീസസ് ക്രൈസ്റ്റ് he went back to heaven. അപ്പോൾ എല്ലാ ഏഞ്ചൽസും ആർക്കേഞ്ചൽസും ഒക്കെ അവനെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് നിരയായി ഇങ്ങനെ സൈഡിൽ നിൽക്കുകയാണ്. Because of the great love and the sacrifice that he did, he gained the world. At that time, one angel asked, what will you do if your disciples do not follow the way which you have shown? നീ കാണിച്ച പാത നിന്റെ ശിഷ്യര് അവര് പാലിച്ചില്ലെങ്കിൽ നീ എന്തോ ചെയ്യും? അപ്പോൾ യേശു അല്പസമയം മൗനമായിരുന്നു. He said, I do not have any other plan B. They are my friends. They will do what I say. ആ ഒരു സ്നേഹത്തിൽ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു. There is no other plan. നമ്മളെ ഉള്ളൂ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. We are so limited. When we look at the church around, we always find limitations in the faith community around. But still, God has given us this mission. We have to continue what the Master has started. There is an Italian composer. His name was Giacomo Puccini. He was before the Second World War. Just after the First World War. In 1922, he was 64 years old. At that time, he was working on his last composition. When he was working on his last composition, all his friends and family, they told, you do not put so much effort into this composition because you do not have the health for it. He put all his effort, but before he could complete it, he told his disciples, ശിഷ്യരോട് ഇങ്ങനെ പറഞ്ഞു, if I cannot complete this last work, you must complete this. അദ്ദേഹം അത് പറഞ്ഞു. He died before he could complete it. His disciples came together. They read all his notes, they studied his music, and they finished the composition. In 1926, when this opera was performed, at that time, one of his disciples was the one who was leading this opera. He had the baton in his hand. And when it came to the point till where the master wrote, till Giacomo died, where he lost the last line, the disciple turned and he told the audience, thus far the master has wrote. And then he died. That's what he said. But then out of tears and out of smile he said, but his disciples have completed his work. And they all finished that composition. They sung it so beautifully that the full community which was listening, they all rose up and standing ovation, not only to the master, but also to the faithful disciples who carried forward his work. We are called to complete this. We are called to complete this work. We are called to carry it forward.
This is the mission which the church should meditate upon this night. This is the mission of love. This is the mission we are called to do. This is the mission which has to begin in Jerusalem and has to go to the ends of the world. അങ്ങനെ ഇത് മുമ്പോട്ട് പോകണം. സ്വർഗത്തിലേക്കുള്ള യാത്രക്കിടയിൽ ഒരു ജീവിതവും ആ ജീവിതത്തിൽ നരകത്തോട് ഒരു പോരാട്ടവും, പോരാട്ടത്തിന്റെ ഒടുവിൽ ഒരു ക്രൂശും, ക്രൂശിന്റെ പാതയിലൂടെ ഒരു ഉയർപ്പും, ഉയർപ്പിന് അപ്പുറം ഒരു പുതിയ ക്രമവും ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. സ്വർഗാരോഹണം ഉയരത്തിലേക്ക് നോക്കി ദർശനം പ്രാപിച്ച് താഴ്വാരങ്ങളിൽ സമൃദ്ധമായ ജീവന് വേണ്ടി കാംക്ഷിക്കുവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. This ascension into heaven, that vision which we have, that vision should empower us so that we can go down into the valley and we can live out this life for many. Our mission ആണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. As we sang today morning, down in the valley with my Savior I would go. Anywhere, everywhere, I will follow on. Everywhere He leads me, I will follow on. May God bless us. May He fill us with this power of the Spirit so that we can work for Him, live for Him, and be true witnesses for Him now and to the end of our time. God bless each of us. പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന കർത്താവേ, ഇന്ന് ഈ സന്ധ്യയിൽ ഞങ്ങൾക്ക് നിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വൻ അവസരത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നിന്റെ ജീവനുള്ള സുവിശേഷങ്ങളായി ഞങ്ങളായിരിക്കുന്നിടത്ത് കർത്താവെ നീ ഞങ്ങളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ പൂർണ്ണമായി നിർവഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഏത് സ്നേഹത്തിൽ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ ഓരോ ദിവസവും ശക്തീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പോരായ്മകൾ, കുറവുകൾ ഒക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. എങ്കിൽ കർത്താവെ, ഈ പോരായ്മകളൊക്കെ മാറ്റി ഞങ്ങളെ ബലപ്പെടുത്തി നിനക്ക് വേണ്ടി ജീവിക്കാൻ ശക്തീകരിക്കുമാറാകണമേ. കർത്താവെ, നിന്നെ അനുഗമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനെ സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തി കൃപയ്ക്കായി സ്തോത്രം. കേൾക്കുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. സകലമാക്കും നിനക്ക് യേശുനാമത്തിൽ പ്രാർത്ഥന ദയതോന്നി കേൾക്കുവാനാകണമേ. നമസ്കാരം. ഞങ്ങൾക്കുള്ള കർത്താവേ, ഞാനിഹനിദ്ര ഒഴിഞ്ഞിട്ട് ഉണർവോടെ നിന്റെ മുൻപിൽ നിൽപ്പാൻ എനിക്ക് നീ അരുളണമേ. വീണ്ടും ഞാൻ ഇറങ്ങുന്നാകിൽ ഈ അടിയാനുള്ള ഉറക്കം കർത്താവേ നിൻ തിരുമുൻപിൽ ദോഷം കൂടാതാകണമേ. എന്നോട് ഞാൻ ചതിവിടുകിൽ നിൻ കൃപമോചനം എനിക്കേകും. നിദ്രയിലും പിഴ വന്നാകിൽ ആർദ്രപദേശം നൽകണമേ. നിന്നോട് കുരിശിൻ ശാന്തിയത നല്ലയുറക്കം എനിക്കുനിതാ. ആകാശസ്വപ്നം ശ്രദ്ധയിൽ നിന്നെ നിരീക്ഷിച്ചു കൊള്ളണമേ. ശാന്തതയേറിയ നിദ്രയതാ ശാന്തി തരേണം മുഴുവൻ. ആകാദിനവും ദുഷ്ടതയും അധികാരത്തിലമർത്തല്ലേ. നിന്നുടെ അടിയാൻ ഞാനതിനാ എന്റെ ശരീരം കാപ്പാനാ. വെളിവിനുടെ മാലാഖായി എനിക്ക് നിതരണം കർത്താവേ. രക്ഷപ്പെട്ടോരിച്ചയിൽ നിന്നെ നീ രക്ഷിച്ചു കൊള്ളണമേ. ഉയരേകും നിൻ ദേഹത്തെ ഞാൻ അനുഭവിച്ചെന്നതിനാലേ. ആശ്വാസത്തിൽ ഉറങ്ങുമ്പോൾ ആശിസഭയം നിൻ രക്തം. നിൻ സൃഷ്ടിക്കിയ സ്വാതന്ത്ര്യം നീ കൃപയോടെ നൽകണമേ. നിന്റെ മരഞ്ഞ ശരീരത്തിൽ നിന്റെ വലങ്കൈ വാഴണമേ. നിന്റെ കരുണകൾ കോട്ടയായി എന്നെ ചുറ്റിലുമാകണമേ. നിദ്രയാണ്ടു കിടക്കുമ്പോൾ ഭദ്രം കാവല് നിൻ ശക്തി. എന്റെ ഉറക്കം തിരുമുൻപിൽ ധൂപം പോലാകണമേ. എന്നെ പോറ്റുന്നുടയവനെ, നിന്നോട് തന്നെ യാചിപ്പോ. എനിക്കുള്ള ശരണത്തിന്മേൽ തിന്മപ്പെട്ടവനണയരുതേ. ബലവാനായി ഞാൻ ജീവിപ്പാൻ ബലിയായി ജീവനടച്ചവനെ. എന്നെ വ്യസനത്തിലാക്കായ്വാൻ സാത്താനെ നീ വിളിക്കണമേ. കർത്താവേ, നിൻ വാഗ്ദത്തം എന്നിൽ നിറവേറ്റിയിടണമേ. നിന്റെ ശ്രീമാമരണത്താൽ എന്നെ ആയുസ്സുകാലം
കൊണ്ടാടിടുവാൻ എന്റെ നിദ്രാവേളയിലും നിന്റെ ഉപവിധി കാട്ടണമേ. നിന്റെ മനസ്സിനെ ഞാൻ അറിഞ്ഞു, ഞാനതിനെ ചെയ്യുവാനായി നിന്റെ മനോഗുണം അതിനാലെ എനിക്ക് മനോഗുണം അരുളുക നീ. നിറപ്പു നിറഞ്ഞോരന്തിയതും നീതി വിളങ്ങും രാവും നീ, ഞങ്ങളുടെ രക്ഷകനാം മിശിഹ നാഥാ അടിയാൻ കരുളണമേ. വെളിവിൻ വെളിവ് നീയാകുന്നു, വെളിവിൽ തന്നെ പാർക്കുന്നു, വെളിവിനുടെ സുതരായവരും നിന്നെ തന്നെ നമിക്കുന്നു. നിനക്ക് സ്തുതി, നിൻ അനുഗ്രഹങ്ങൾ അടിയാരുടെ മേലിരിക്കണമേ. ഇഹലോകത്തിലും അതുപോലെ പരലോകത്തിലുമാകണമേ. എൻ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളിന്മേലായിരമായി അളവ് കൂടാതെ നിനക്ക് സ്തുതി. പ്രാർത്ഥനകൾ കേൾക്കുന്നവനെ, യാചനകൾ നൽകുന്നവനെ, ഞങ്ങളിൽ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ നൽകിയിടണമേ. ലോകത്തെ വിധിപ്പാനല്ല രക്ഷിപ്പാൻ തന്നെ വന്ന ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശീഹായെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങൾ തിരുവേദിയുടെ വിശുദ്ധ പീഡാത്മങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ടവരും തിരുവേണ്ടത്താൻ വിലയ്ക്ക് കൊള്ളപ്പെട്ടവരുമാകുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ ഞങ്ങളോട് കൃപ തോന്നണമേ. രാത്രിയിലേക്ക് വന്നിരിക്കുന്നു, നിന്റെ സ്കീപ്പടയാളം ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. പകൽ ഞങ്ങൾ മറിഞ്ഞിരിക്കുന്നു, നിന്റെ ദൈവത്തിന്റെ പ്രകാശങ്ങൾ പാർക്കുമാറാകണമേ. കാലത്തെ സൂര്യൻ ഞങ്ങൾ അസ്തമിച്ചിരിക്കുന്നു, നിന്നിൽ വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾ നിന്ന് അസ്തമിക്കരുത്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന ഉറക്കം ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. ഈരന്മാരെ പോലുള്ളവരോട് നിസ്തുതിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. മതിയാവും നിസ്തുതിപ്പാൻ ഞങ്ങളുടെ ശക്തിയില്ലല്ലോ. ശത്രുക്കളുടെ നേരെ പതിഞ്ഞിരിക്കുന്നു, നിലങ്ങളാ ഞങ്ങളെ ഉയർത്തണമേ. നിന്റെ കരുണയെ ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ കൃപയാ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നല്ലവരാൾ ഞങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. നികർപ്പെടുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട നിന്റെ യാഗത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. കർത്തസംബന്ധമായ നിന്റെ പീഡാനുഭവങ്ങളോടുപടി ഞങ്ങൾക്കും നിനക്കും ഇടയിൽ മധ്യസ്ഥനായിരിക്കണമേ. ദയമായിട്ട് നിന്നെ അല്ലാതെ ആരെയും അറിയുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തരുതേ. ശരിയായിട്ട് നിന്നെ സ്വതന്ത്രം ചെയ്യുവാനും ന്യായവണ്ണം സൃഷ്ടിപ്പാനും ഞങ്ങൾക്ക് ബോധം തരണമേ. നിനക്ക് നിർവിതാവിന്റെ പരിശുദ്ധമായിരിക്കും പുതിയ സ്തോത്രം കരയേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിസരവാഴ്ചയും സർവ്വസഹവാസവും നാം എല്ലാവരും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എന്നാൽ പ്രിയപ്പെട്ട ജ്യോതിഷനോടും അപ്പഴനോടും അക്ഷോണോടും നന്ദി അറിയിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നാളെ വൈകുന്നേരം 7:30 PM നമസ്കാരം ഉണ്ടായിരിക്കണം. എല്ലാവരും പ്രാർത്ഥന കടന്നു ജീവിതത്തിലേക്ക് മാറട്ടെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.